അപ്പോൾ ഗായ്സ് നമ്മൾ CNG അടിച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. 491 രൂപയ്ക്ക് നമ്മൾ CNG അടിച്ച് 89.25 പൈസ ആണ് CNGയുടെ ഇന്നത്തെ വില നിലവാരം. ഓക്കെ, അപ്പോൾ നിലവിൽ നമ്മളുള്ളത് ബാംഗ്ലൂർ സൈഡിലാണ്. ബാംഗ്ലൂർ സൈഡിൽ നമ്മൾ എയർപോർട്ട് എടുക്കാമെന്ന് കരുതി വന്നതായിരുന്നു. പക്ഷേ എയർപോർട്ടിൽ 100-500 വണ്ടി ഉള്ളത് കൊണ്ട് അങ്ങോട്ട് പോയാൽ പോസ്റ്റ് ആകും. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഒരു മലയാളിക്കടയുണ്ട്. അപ്പോൾ അവിടുന്ന് ഒരു ചായ കുടിച്ച് നൈസായിട്ട് ഈ മൂലയ്ക്ക് എവിടെയെങ്കിലും ഒതുങ്ങി നിൽക്കുക. അപ്പോൾ ഒരു ട്രിപ്പ് സിറ്റിക്കകത്തോട്ട് അടിക്കും. അപ്പോൾ ഗായ്സ് നമുക്ക് ഒരു ട്രിപ്പ് അടിച്ചായിരുന്നു. അത് ഏകദേശം 37 കിലോമീറ്ററിന് 750 വരെയാണ് കാണിച്ചത്. അപ്പോൾ സിൽക്ക് ബോർഡിലേക്കായിരുന്നു 37 കിലോമീറ്റർ. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ഞാനൊരു ഷോർട്ട് വഴി ഉണ്ടായിരുന്നു, ഒരു 5 കിലോമീറ്റർ കുറവ് കൂട്ടിയെടുത്ത് 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ സിൽക്ക് ബോർഡ് എത്തി. ഇപ്പം എമൗണ്ട് തന്നപ്പോഴത്തേനും 650 വരെയേ ഉള്ളൂ. ഷോർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എമൗണ്ട് കുറയ്ക്കും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ വേറെ ട്രിപ്പ് അടിച്ചില്ല. ഇന്ന് അത്യാവശ്യം ട്രാഫിക് കുറവുണ്ട്. ഒരു ട്രിപ്പ് അടിച്ചായിരുന്നു, ഒരു എയർപോർട്ട് അടിച്ചായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ എയർപോർട്ട് പോകുമ്പോൾ നമുക്ക് നഷ്ടമായതുകൊണ്ട് എയർപോർട്ട് അത് ക്യാൻസൽ അടിച്ച് ഇനിയിപ്പം വേറൊരു ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് വേറെ ട്രിപ്പായി കഴിയുമ്പോൾ കാണാം. അപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അത് ലൊക്കേഷൻ ഞാൻ നോക്കിയില്ല എങ്ങോട്ടാണെന്ന്. HSR ലാണ് ട്രിപ്പ് വരുന്നത്. അപ്പോൾ അത് 18 കിലോമീറ്റർ ഉണ്ട്. 18 കിലോമീറ്റർ 447 രൂപയാണ് കാണിച്ചത്. 18 കിലോമീറ്റർ 447 രൂപ. ഇപ്പോൾ സമയം ഇപ്പോൾ ഏതായാലും 5:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പം 5:30 എന്ന് പറഞ്ഞാൽ പീക്ക് ടൈമാണ്. പീക്ക് ടൈമിൽ അത്യാവശ്യം നമുക്ക് എമൗണ്ട് കിട്ടും. അതുകൊണ്ടാണ് ഈ റേറ്റ് വന്നേക്കുന്നത്. അപ്പോൾ എത്ര മണിക്കൂർ എടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. 18 കിലോമീറ്റർ ഒക്കെ ഓടി എത്തുമ്പോഴത്തേന് അങ്ങനെ പോയാലും 1 മണിക്കൂർ എടുക്കും. അതായത് നമുക്ക് നോക്കാം. ആളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. HSR ലാണ്. ലൊക്കേഷൻ എവിടെയാണെന്ന് ചെന്നിട്ട് പറയാം. അപ്പോൾ ഗായ്സ്, ആ ട്രിപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ സമയം 7 മണിയായി. അപ്പോൾ ആ ട്രിപ്പ് 19 കിലോമീറ്റർ ഉണ്ടായിരുന്നു. 19 കിലോമീറ്റർ കംപ്ലീറ്റ് ആകാനായിട്ട് ഏകദേശം 5:45 അടിച്ച ട്രിപ്പാണ്. 5:45, 6:45, 1.25 മണിക്കൂർ എടുത്ത്. 1.25 മണിക്കൂറിന് കിട്ടിയത് 425 രൂപയാണ്. 447 രൂപ കാണിച്ച് 425 രൂപയാണ് കിട്ടിയത്. ഇതേതോ ഒരു കാട്ടുമുക്കിലാണ്. പക്ഷേ കാട്ടുമുക്കിലാണെങ്കിലും ചന്താപുരം സൈഡാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ട്രിപ്പിനെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നല്ല അകത്തുള്ളൊരു വഴിയാണ്. ഇന്ന് അത്യാവശ്യം ട്രാഫിക് കുറവായിരുന്നു. അത് കാരണം വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇതുവരെ നമ്മളിപ്പോൾ 2 ട്രിപ്പേ എടുത്തിട്ടുള്ളൂ. വൈകുന്നേരം ഉച്ച കഴിഞ്ഞൊരു 3:30-3:45 ആയപ്പോൾ ഇറങ്ങിയതാണ്. 3:45 ആയപ്പോൾ ഇറങ്ങി 2 ട്രിപ്പ് എടുത്ത്. 2 ട്രിപ്പ്, ആദ്യത്തെ ട്രിപ്പിന് 600 രൂപ കിട്ടി, രണ്ടാമത്തെ ട്രിപ്പിന് 400 രൂപ കിട്ടി. 1000 രൂപ. 3, 4, 5, 6, 4 മണിക്കൂർ. 4 മണിക്കൂറിന് 1000 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത പിക്കപ്പിന് വേണ്ടി പോവുകയാണ്. വണ്ടി റെന്റ് വണ്ടിയാണ്. അപ്പം നമുക്ക് ട്രിപ്പിന് ടാർഗറ്റ് ഉണ്ട്. ഒരു ദിവസം നമ്മൾ മിനിമം 10 ട്രിപ്പെങ്കിലും എടുക്കണം. ഇതുവരെ നമ്മൾ 2 ട്രിപ്പേ ആയിട്ടുള്ളൂ. അപ്പോൾ 4 മണി to 4 മണിയാണ്, രാത്രി 4 മണിയാണ് ഓടുന്നത്. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് ട്രിപ്പ് മാക്സിമം ഈ പീക്ക് ടൈമിൽ നമ്മൾ മാക്സിമം നല്ല എമൗണ്ടുള്ള ട്രിപ്പ് നോക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകാൻ പറ്റും. രാത്രി ആകുമ്പോൾ നമുക്ക് ട്രിപ്പിന് കാശ് കുറയും. 10 കിലോമീറ്റർ 130 രൂപ 140 രൂപയൊക്കെ കിട്ടത്തുള്ളൂ. 10 കിലോമീറ്റർ 20 കിലോമീറ്ററിന് 220 രൂപ 230 രൂപ ആ റേഞ്ചൊക്കെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ പിക്കപ്പ് ഇവിടെ എവിടെയോ ആണ്. അപ്പോൾ നോക്കട്ടെ, ആളുണ്ടോ നോക്കട്ടെ. എന്നിട്ട് നമുക്ക് വഴിയൊക്കെ തീരെ മോശമാണ് കഴിച്ചത്. ഏതോ കാടിനകത്താണ്.
ബാംഗ്ലൂർ പിന്നെ നാട്ടിലെ പോലെ ഒന്നും അല്ല, വണ്ടി ഓടിക്കേണ്ട രീതി തന്നെ ഇവിടെ വ്യത്യാസമാണ്. നമ്മൾ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നോക്കിയിരുന്ന് പോകത്തേ ഉള്ളൂ. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ വണ്ടി ഓടിക്കാനായിട്ട്. ഇപ്പോൾ ഈ പിക്കപ്പ് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഉണ്ട്, ഇങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ഡ്രോപ്പ് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് ചന്താപുരയാണ്. അപ്പോൾ ആ ട്രിപ്പ് ചെറിയ ട്രിപ്പായിരുന്നു. 7 കിലോമീറ്റർ അല്ല 8 കിലോമീറ്റർ നമുക്ക് കിട്ടിയത് 150 രൂപയാണ്. 8 കിലോമീറ്റർ ഓടി 150 രൂപ. അത് 1/4 മണിക്കൂർ എടുത്തു. അപ്പോൾ നമുക്ക് വേറൊരു ട്രിപ്പ് അഴിച്ചിട്ടുണ്ട്. അതിൻ്റെ പിക്കപ്പ് 8 കിലോമീറ്ററാണ്. അപ്പോൾ റിസർവേഷൻ ട്രിപ്പാണ്. അപ്പോൾ സിറ്റിക്ക് അകത്തോട്ടുള്ള, ഇതിപ്പം ചന്താപുര സിറ്റിക്ക് പുറത്താണ്. അപ്പോൾ സിറ്റിക്ക് അകത്തോട്ടുള്ള ട്രിപ്പ് കിട്ടിയപ്പോൾ തന്നെ ശരി പോയി എടുത്തേക്കാന്ന് വെച്ച് എടുക്കാൻ പോകുവാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ട്രാഫിക്. ഇത് 1 വേ ആണിത്. പക്ഷെ എന്ത് ചെയ്യാം, ഇങ്ങനെയൊക്കെ ഓടിച്ചാലേ ഉള്ളൂ ഇവിടെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. നല്ല ട്രാഫിക്കാണ് ഇവിടെ, ചുമന്ന് തുടുത്ത് കിടക്കുവാണ്. അപ്പൊ ഗായ്സ്, കെങ്കേരിയിലാണുള്ളത്. അപ്പോൾ സർജാപൂരിൽ നിന്ന് കെങ്കേരിക്ക് ഒരു ട്രിപ്പ് കിട്ടിയതാണ്. നല്ല അട്ടറ മൂഞ്ചലും കഞ്ചിക്കുടി ആയിപ്പോയി. ട്രിപ്പ് 2 മണിക്കൂർ എടുത്തു. 50 കിലോമീറ്ററിന് കാണിച്ചിരുന്നത് 780 രൂപ സംതിങ് ആണ് കാണിച്ചത്. കസ്റ്റമർ നമുക്ക് 970 രൂപ ടോളെല്ലാം ചേർത്ത് പേ ചെയ്തു. പക്ഷേ നമുക്ക് ഊബർ തന്നത് 690 രൂപയാണ്. നമുക്ക് ഊബർ തന്നത് 688 രൂപയാണ് നമുക്ക് ഊബർ തന്നത്. 50 കിലോമീറ്ററിന് 688 രൂപ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓക്കെ, നമുക്ക് ട്രിപ്പ് ഇവിടെ നിന്ന് നല്ലപോലെ അടിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതേ പറഞ്ഞ അടിച്ച് 12 കിലോമീറ്ററിന് 233 രൂപ. പക്ഷേ അത് പിക്കപ്പ് 3 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അതെടുത്തിട്ട് പോയേക്കാം. അപ്പോൾ നമ്മൾ 233 ട്രിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടുന്ന് 2.5 കിലോമീറ്റർ ഉണ്ട്. നേരെ മജസ്റ്റിക്കിലേക്കാണ് ഓട്ടം വന്നേക്കുന്നത്. കെങ്കേരിയിൽ നിന്ന് മജസ്റ്റിക്കാണ് ഓട്ടം വന്നേക്കുന്നത്. അപ്പോൾ പോയി നോക്കാം നമുക്ക് എത്ര കിട്ടുമെന്ന്. ഇപ്പോൾ സമയം 10 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് 3:30 ഇറങ്ങിയതാണ്. 3:30 ഇറങ്ങിയിട്ട് 10 മണിയായപ്പോൾ നമ്മൾ ടോട്ടൽ 6 ട്രിപ്പ്, 6ആണോ 7ആണോ അറിയത്തില്ല, 6 7 ട്രിപ്പ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ മീറ്ററിൽ ഇപ്പോൾ 140 കിലോമീറ്റർ ആയി. 140 കിലോമീറ്റർ 3:30 ഇറങ്ങി 10 മണി എന്ന് പറയുമ്പോഴത്തേന് ഏകദേശം 6.5 മണിക്കൂർ. 7 മണിക്കൂർ കൊണ്ട് നമുക്ക് കിട്ടിയേക്കുന്നത് 2100 രൂപയാണ്. അപ്പോൾ ഈ 2100 രൂപയ്ക്കകത്ത് ഇപ്പം 200 രൂപ ഫ്ലീറ്റുകാരല്ല ഊബറുകാർ കമ്മീഷൻ പിടിക്കും. പിന്നെ എത്രയാ 800 രൂപ നമ്മുടെ വാടക, നമുക്ക് അത്രയായി 1000 രൂപ മാറി കിട്ടി. പിന്നെ 500 രൂപ CNG. അപ്പോൾ നമുക്ക് അത് ഇത്ര നേരം പോയിട്ട് നമുക്ക് ആകെ കിട്ടിയേക്കുന്നത് 500 രൂപയാണ് നമ്മുടെ ചിലവെല്ലാം പോയിട്ട്. അപ്പോൾ ഏതായാലും പിക്കപ്പിൽ പോയി നോക്കാം. അപ്പം പിന്നെ കഴിഞ്ഞ ട്രിപ്പ് ഞാൻ നൈസ് റോഡ് എടുത്താണ് വന്നത്. നൈസ് റോഡിൽ കയറാൻ നേരത്ത് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. പിന്നെ
വലിയ കുഴപ്പമില്ല. നൈറ്റിലൂടെ കയറി കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമില്ല. 50 കിലോമീറ്റർ ഏകദേശം 1.25 മണിക്കൂർ എടുത്ത് നമ്മുടെ പിക്കപ്പും. ഇവിടെ നമുക്ക് ട്രിപ്പ് കിട്ടാനായിട്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ട്രിപ്പ് ഇഷ്ടം പോലെ നമുക്ക് ചാറാപ്പറ നമുക്ക് ട്രിപ്പ് കിട്ടും. പക്ഷേ അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ കിലോമീറ്ററുകൾ ഒരുപാട് കിലോമീറ്റർ ഓടണം, അതനുസരിച്ചാണ് വരുന്നത്. അപ്പോൾ ഇത് കെങ്കേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. കെങ്കേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പ് വന്നിരിക്കുന്നത് മജസ്റ്റിക്കിലേക്കാണ് വന്നിരിക്കുന്നത്. പുള്ളിക്കൊന്ന് ട്രെയിനിൽ പോയാൽ പോരായിരുന്നു ആവും. ഇപ്പോൾ സമയം 10 മണിയായി, 10:05 10:05 നല്ല ട്രാഫിക് ഉണ്ടോ? അതും ഈ ഇടവഴി കൂടെ വരെയുള്ള ട്രാഫിക്കാണ്. ട്രാഫിക് എൻ്റെ പൊന്നു മോനെ, ഇവിടുത്തെ ട്രാഫിക്കൊന്നും ഒരു രക്ഷയില്ല. നമ്മൾ നാടിനെ സ്തുതിക്കും. തന്നെയല്ല ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ വെള്ളിയാഴ്ച ഈ ഒരു 10 മണി 9 മണി 10 മണി 11 മണി വരെ ട്രാഫിക് കാണും. 11 മണി വരെ നല്ല ട്രാഫിക് കാണും. കാരണം നാട്ടിലോട്ട് പോകാനുള്ളവർ അങ്ങനെയൊക്കെ ഉള്ളവർ. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇത് കഴിയുമ്പം ഒരു എയർപോർട്ടും കൂടെ എടുത്ത് നിർത്താനാണ് പ്ലാന്. അപ്പോൾ നിങ്ങളെ അത് കഴിഞ്ഞിട്ടായിരിക്കും. ഇപ്പോൾ ഇടയ്ക്ക് ഈ വീഡിയോ എടുക്കുന്ന പരിപാടിയൊന്നും നമുക്ക് നടക്കത്തില്ലാന്നേ. ഇത് ഭയങ്കര കഷ്ടമാണ് വീഡിയോ എടുക്കുക. രസമുണ്ട്, നോക്കട്ടെ. നമുക്ക് നിങ്ങളുടെ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ തരുന്ന കമൻ്റ് അനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ റെസ്പോൺസ് അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ വീഡിയോ എടുക്കാം. അപ്പം ഇങ്ങനെയായിരിക്കും വീഡിയോ വരുന്നത്. ഒരു ശൈലി ഇതായിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമോ അല്ലെങ്കിൽ ലൈക്ക് അടിക്കുമോ. ഇതിനകത്ത് ആ കൊന്ത്രാണ്ടമൊക്കെ ചെയ്യാനുള്ള കൊന്ത്രാണ്ടമൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മളിത് ലൊക്കേഷനിലേക്ക് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുവാണ്. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേനും നമുക്ക് പറ്റുവാണെങ്കിൽ എടുക്കാം വീഡിയോ. അപ്പോൾ ഗായ്സ്, നമ്മൾ മജസ്റ്റിക്കിലോട്ടുള്ള ട്രിപ്പ് കൊണ്ട് ഇറക്കി. പക്ഷേ ഇവിടെ നിന്ന് വണ്ടി മൂവ് ആകുന്നില്ല. ഇവിടെ ഞാൻ കൊണ്ട് ഇറക്കിയിട്ട് 15 മിനിറ്റായി. 15 മിനിറ്റായിട്ട് ആകെ മൂവ് ചെയ്ത് 150 മീറ്ററാണ് മാറിയത്. അപ്പോൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. മജസ്റ്റിക്കിലെ ട്രാഫിക്കാണ്. സമയം 11:15. കസ്റ്റമറിനെ 10:50 കൊണ്ട് ഇറക്കിയതാണ്. 10:50 കൊണ്ട് ഇറക്കി. ഒരു പിക്കപ്പ് വന്നിരുന്നു. പിക്കപ്പ് 650 മീറ്ററെ പിക്കപ്പ് ഉള്ളായിരുന്നു. പക്ഷേ ഇതുവരെ അതിനകത്തോട്ട് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് എൻ്റെ പുള്ളി ക്യാൻസലാക്കി. ഇങ്ങനെ കിടക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക. അപ്പോൾ ഞാനിപ്പോൾ 2300 രൂപയ്ക്ക് ഇന്ന് ഓടിയിട്ടുണ്ട്. 2300 രൂപയാണ് ഇപ്പോൾ ടോട്ടൽ എമൗണ്ട് കാണിക്കുന്നത്. 7 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. 7 ട്രിപ്പ് 3:30 ഇറങ്ങിയതാണ്. 3:30 ഇറങ്ങി. ഇപ്പം 10:30 11:30 ആയി. 8-9 മണിക്കൂറായി. ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഇപ്പോൾ ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നേ ഉള്ളൂ. ആകെ വന്ന് പെട്ട അവസ്ഥയാണ്. ഇത് വെള്ളിയാഴ്ച ദിവസം നമ്മളിപ്പോൾ ബാംഗ്ലൂർ മജസ്റ്റിക്ക്, അതേപോലെ തന്നെ കലാസിപ്പാളയ, മടിവാള, പിന്നെ KR പുരം, അപ്പോൾ ഇങ്ങനെയുള്ള ഏരിയാസിൽ നല്ല ട്രാഫിക് ആയിരിക്കും. കാരണം നാട്ടിലേക്ക് പോകുന്ന ആൾക്കാരുടെയൊക്കെ ബാഹുല്യം നിമിത്തം ട്രാഫിക് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ മൂവ് ആയിട്ടുണ്ട്. ബസ്സുകാരന്മാരൊക്കെ ഈ ഫ്രണ്ടൊന്ന് കയറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവന്മാർക്ക് സൈഡും നോക്കണ്ട, പുറകും നോക്കണ്ട, എങ്ങും നോക്കണ്ട.
അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കി പോയാൽ നമുക്ക് കൊള്ളാം. ഈ സൈഡിലെല്ലാം ഈ നാട്ടിലോട്ട് പോകുന്ന, കേരളത്തിലോട്ട് മാത്രമല്ല എല്ലാ സ്ഥലത്തോട്ടും പോകുന്ന വണ്ടികൾ ഇങ്ങനെ നിർത്തിയിട്ടേക്കും. അപ്പോൾ അവന്മാരുടെ ഇത് കാരണം നമുക്ക് അനങ്ങാൻ പോലും പറ്റത്തില്ല. ഞാൻ എയർപോർട്ടിൽ ഇപ്പോൾ നല്ല ട്രിപ്പ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എയർപോർട്ടിലേക്ക് പോകാമെന്ന് കരുതി ട്രിപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബാംഗ്ലൂർ വരണമെന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കാശ് കുറവാണ്. നേരത്തെ പറഞ്ഞില്ല 50 കിലോമീറ്റർ ഓടിയതിന് കിട്ടിയത് 680 രൂപയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കിലോമീറ്ററിന് എത്രയാണ്? 12 രൂപ പോലില്ല. അതും പീക്ക് ടൈമിൽ 8 മണിക്ക് എടുത്ത ട്രിപ്പ് 10 മണിക്കാണ് കംപ്ലീറ്റ് ചെയ്തത്. പീക്ക് ടൈമിൽ എടുത്ത ട്രിപ്പിന് പോലും അത്ര എമൗണ്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ ഓടാൻ റെഡിയാണ്. നമുക്ക് കിലോമീറ്ററും അങ്ങനത്തെ കാര്യങ്ങളൊന്നും പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ ഓടുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഓടിക്കഴിഞ്ഞാൽ നമുക്ക് സോളിഡായിട്ടൊരു 3000 രൂപയ്ക്ക് നമുക്ക് എങ്ങനെ പോയാലും ഓടാം. 12 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരുത്തനെ, അതും എല്ലാ ട്രിപ്പും എടുത്ത് ഓടുന്ന ഒരുത്തനാണെന്നുണ്ടെങ്കിൽ 3000 രൂപയ്ക്ക് ഓടാം. അന്നേരം പിന്നെ നമ്മൾ കിലോമീറ്ററും വണ്ടിയുടെ മൈലേജും കാര്യങ്ങളൊന്നും നോക്കരുത്. അങ്ങനെ ഓടിക്കഴിഞ്ഞാൽ നമുക്കൊരു 3000 രൂപയ്ക്ക് ഓടിക്കഴിഞ്ഞാൽ ഇപ്പം വാടകയ്ക്കാണ് വണ്ടി എന്നുണ്ടെങ്കിൽ നമുക്കൊരു 1500 രൂപയെ നമുക്ക് സേവ് ചെയ്യാൻ കുഴപ്പമില്ല. പിന്നെ എന്നും ഇങ്ങനെ ഓടണം. ഒരു ദിവസം ലീവ് എടുത്തു കഴിഞ്ഞാൽ ഊബർ ഓടിക്കഴിഞ്ഞാൽ കാശ് കിട്ടും എന്നൊക്കെ പറയുന്നത് ശരിയാണെങ്കിലും നമുക്ക് ഡെയിലിയാണ് കയ്യിലേക്ക് കാശ് കിട്ടുന്നത്. ഡെയിലി കയ്യിലേക്ക് കിട്ടുന്ന കാശെന്ന് പറയുമ്പോഴത്തേനും ഒന്നും ഉണ്ടാകത്തില്ല. അതെന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് എടുത്തങ്ങ് പോകും. അപ്പോൾ അങ്ങനെ നമുക്ക് വണ്ടി കൊടുക്കുന്ന ആൾക്കാരെ അറിയാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടുവോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞുതരാം. ഇതിൻ്റെ പരിപാടി നമുക്കറിയാൻ മേല. ഊബറല്ല, യൂട്യൂബ് എങ്ങനെയാണ്, അതിൻ്റെ അകത്തെ പരിപാടി എങ്ങനെയാണെന്ന് നമുക്കറിയാൻ മേല. അപ്പോൾ ഇത് വീഡിയോ ആയിട്ട് ഇടുവാണെന്നുണ്ടെങ്കിൽ വീഡിയോ ആയിട്ട് ഇടണമെന്ന് കരുതിയാണ് എടുത്തേക്കുന്നത്. വീഡിയോ ആയിട്ട് ഇടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുവോ, അതിനകത്ത് വേണ്ട വിധത്തിൽ എന്താണെന്ന് ചെയ്യുക. ഇപ്പോൾ ഞാൻ എന്താ പറയാനാണ്, നമുക്ക് പണിയെടുത്താൽ നമുക്കുണ്ട്. പിന്നെ കുറച്ച് നാൾ ഓടിക്കഴിയുമ്പോൾ നമുക്ക് ഏകദേശമൊക്കെ ഒരു നാക്ക് കിട്ടും. കാരണം ഈ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ അത്യാവശ്യം നമുക്കൊരു 4000-4500 രൂപയ്ക്കൊക്കെ ഓടാൻ പറ്റും ഓടുന്നവരാണെന്നുണ്ടെങ്കിൽ. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇച്ചിരി കഷ്ടമാണ്. ഇന്ന് ഞാൻ ഇറങ്ങിയത് തന്നെ ലേറ്റായിട്ട് ഇറങ്ങിയത്. ഇന്നൊരു 12 മണിയാകുമ്പോൾ ഇറങ്ങേണ്ടതായിരുന്നു. നേരത്തെ 10 മണിയാകുമ്പോൾ ഇറങ്ങേണ്ടതായിരുന്നു. 10 മണിയാകുമ്പോൾ ഇറങ്ങി ഒരു 12 മണിയാകുമ്പോൾ കയറുന്ന 1 മണിയാകുമ്പോൾ കയറുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇപ്പം തന്നെ 2300 ഓടി. ഇപ്പോൾ ഒരു 1000 രൂപയ്ക്കും കൂടെ എക്സ്ട്രാ ഓടായിരുന്നു. പകരം ഇതൊരു എയർപോർട്ടും കൂടെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ 3000 രൂപ അടുപ്പിച്ച് നമുക്ക് കിട്ടും. അപ്പോൾ രാവിലെ ഒരു 10 മണിയാകുമ്പോൾ ഇറങ്ങുമായിരുന്നെങ്കിൽ മേ ബി ഒരു 4000 രൂപയ്ക്ക് ഓടായിരുന്നു. അപ്പോൾ നാളെ ശനിയാഴ്ചയാണ്. അപ്പോൾ ശനിയാഴ്ച നമ്മൾ ഇറങ്ങി ഓടുകയാണെന്നുണ്ടെങ്കിൽ 4000 രൂപയ്ക്ക് ഓടാം. ഈ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ അത്യാവശ്യം നമുക്ക് ഓടി കാശ് എടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനത്തെ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ മജസ്റ്റിക്കിൽ നിന്ന് ഇങ്ങനെ വന്നു കയറി. ഇപ്പോൾ റേസ് കോഴ്സ് റോഡിലാണ്. ഇപ്പോൾ എയർപോർട്ടാണ് നമ്മൾ ലൊക്കേഷൻ ഇട്ട് വെച്ചേക്കുന്നത്. അപ്പം എയർപോർട്ടിന് ഇട്ടുവാണെന്നുണ്ടെങ്കിൽ പരിപാടി നിർത്തി വീട്ടിലേക്ക് പോയേക്കാം എന്നൊരു മൈൻഡ് സെറ്റിലാണ് ഇനിയിപ്പം. കാരണം നമ്മളൊരു സമയത്തിന് കയറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നൊരു 500 രൂപ എക്സ്ട്രാ ഓടാൻ വേണ്ടി സമയത്തിന് കയറിയില്ല എന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് സമയത്ത് ഇറങ്ങാൻ പറ്റത്തില്ല. സമയത്ത് ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ടാർഗറ്റ് കിട്ടത്തില്ല. തന്നെയല്ല, ഇന്നിപ്പം എനിക്ക് 7 ട്രിപ്പ് ആയതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം 10 ട്രിപ്പ് കംപ്ലീറ്റ് ആക്കേണ്ടതാണ്. ആഴ്ചയിൽ നമ്മൾ 70 ട്രിപ്പ് കംപ്ലീറ്റ് ആക്കണം, 70 ട്രിപ്പ് കംപ്ലീറ്റ് ആക്കണം. ഇപ്പോൾ എനിക്ക് ഈ ആഴ്ചയിൽ 2 ദിവസം പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാനിപ്പോൾ ടോട്ടലിപ്പോൾ 30 ട്രിപ്പ് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നാളെയും മറ്റന്നാളും കൂടി ഇരുന്ന് ഓടി വേണം 70 ട്രിപ്പ് ആക്കാനായിട്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഇന്ന് നേരത്തെ പോവുകയാണെന്നുണ്ടെങ്കിൽ നാളത്തെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിച്ചാണ് ഇരിക്കുന്നത്. ഓക്കെ, ഒരു ട്രിപ്പ് വന്നിട്ടുണ്ട്, അത് കിട്ടിയോ എന്ന് അറിയത്തില്ല, നോക്കട്ടെ. അപ്പോൾ കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് ആ ട്രിപ്പും കസ്റ്റമർ ക്യാൻസൽ ചെയ്തു. അത് കഴിഞ്ഞ് 2 അടിച്ചു, അത് ഞാൻ ക്യാൻസൽ ചെയ്തു. അത് 4 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഊബർ എൻ്റെ അക്കൗണ്ട് 15 മിനിറ്റത്തേക്ക് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ 15 മിനിറ്റ് തന്നെ ഹോൾഡ് ചെയ്ത് തന്നെ പുറത്താക്കി അവന്മാർ. ഈ ട്രാഫിക്കിൽ എങ്ങനെ പിക്ക് ചെയ്യാൻ വേണ്ടിയാണ് എനിക്കറിയാൻ മേല ഇവന്മാർ ഇതൊക്കെ എന്ത് കളിയാണ് കളിക്കുന്നതെന്ന്. നമ്മളെ പോലെയുള്ള പാവങ്ങളിട്ട് കഷ്ടപ്പെടുത്തുക എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ ഏതായാലും നിങ്ങളെ ഇവിടുത്തെ ബാംഗ്ലൂരിലെ ട്രാഫിക് ഒന്ന് കാണിച്ചേക്കാന്ന് വെച്ച്. ഇപ്പോഴത്തെ സമയം നിങ്ങൾക്കറിയാമോ, 11:30 രാത്രി 11:30 ഈ ട്രാഫിക് കാണുന്നത്. നിങ്ങൾ ഓർക്കണം. അതും 4 കിലോമീറ്ററിൻ്റെ പിക്കപ്പിന് എനിക്ക് പിക്കപ്പ് ടൈം കാണിച്ചത് 22 മിനിറ്റാണ് പിക്കപ്പ് ടൈം കാണിച്ചത്. അപ്പോൾ അത് ഞാൻ ക്യാൻസൽ ചെയ്യാതെ പിന്നെ എന്ത് ചെയ്യാനാണ്? അതേപോലെ തന്നെ കസ്റ്റമർ 2 ക്യാൻസൽ ചെയ്തു. ഇങ്ങനെ ഇത്രയും പിക്കപ്പ് വന്നപ്പോഴത്തേനും അത് ഞാനും ക്യാൻസൽ ചെയ്തു. അപ്പോൾ അങ്ങനെ ഊബർ നമ്മുടെ അക്കൗണ്ട് ഹോൾഡിലേക്ക് ഇട്ടിരിക്കുകയാണ്. നിങ്ങൾ മുന്നിൽ ഒരു വണ്ടി കണ്ടോ? ഡ്രൈവർ വാണ്ടഡ് എന്നാണ് എഴുതിയേക്കുന്നത്. ആ നമ്പർ കണ്ടോ? ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം. അത് അത് ആരുടെ വണ്ടിയാണെന്ന്, ഏത് ഫ്ലീറ്റിൻ്റെ വണ്ടിയാണെന്ന് നമുക്കറിയാൻ മേല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക, നമ്മൾ എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്യുക. നമുക്ക് ഫ്ലീറ്റുമായിട്ട് ടൈപ്പ് ഉണ്ട്. അപ്പോൾ വണ്ടി നമുക്ക് കിട്ടും. അക്കോമഡേഷനും കാര്യങ്ങളും അറേഞ്ച് ചെയ്യാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അക്കോമഡേഷനും കാര്യങ്ങളും റെഡി ആകുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി എടുത്ത് തരാം. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം അക്കോമഡേഷനിൽ നിങ്ങൾക്ക് വരാവുന്നതാണ്. ബാംഗ്ലൂർ വണ്ടി ഓടിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനത്തെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വന്ന് വണ്ടി ഓടിക്കാം. പിന്നെ പണിയെടുക്കണം. ഇപ്പം നമ്മളിപ്പോൾ ഇതുപോലെ ചില സമയങ്ങളിൽ നമ്മളിതുപോലെ ഫ്രസ്ട്രേറ്റഡ് ആകും. ഇപ്പം ഇത്രയും നേരം ഒരു കുഴപ്പമില്ലാതെ ഓടിക്കൊണ്ടിരുന്നതാണ്. നേരെ വന്ന് ട്രാഫിക്കിലോട്ട് കയറി നമ്മുടെ 1 മണിക്കൂറാണ് പോയത്. 1 മണിക്കൂറല്ല, 1 മണിക്കൂറിന് മുകളിൽ. ഇപ്പോൾ 11:30 ഞാൻ ആ ട്രിപ്പ് 11:30 കഴിഞ്ഞു. ഇതിപ്പോൾ ഇവന്മാരുടെ ചെക്കിങ്ങിൻ്റെ തിരക്കാണ്. ചെക്കിങ് കാരണമാണ് ട്രാഫിക്. പോലീസുകാരുടെ ചെക്കിങ് ഉണ്ട്. വെള്ളിയാഴ്ചയല്ലേ, വെള്ളിയാഴ്ച ഈ പബ്ബിലെയും കോപ്പിലെയും പാർട്ടിയൊക്കെ കാരണം മൊത്തം ചെക്കിങ്ങാണ്. അപ്പം ആ ചെക്കിങ്ങിന് വേറെ ട്രാഫിക്ക്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ ബാംഗ്ലൂർ വന്ന് അടിച്ചു പൊളിക്കാമെന്ന് കരുതി എന്ന രീതിയിലൊക്കെ വന്ന് ഇവിടെ വണ്ടി ഓടിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ അടിച്ചുപൊളി മാത്രമേ നടക്കത്തുള്ളൂ, വണ്ടി ഓടിയിൽ നടക്കത്തില്ല. അല്ലെങ്കിൽ വണ്ടി ഓടിയിൽ മാത്രമേ നടക്കത്തുള്ളൂ, അടിച്ചുപൊളി നടക്കത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി കണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ ട്രിപ്പിന് ഇവിടെ അങ്ങനെ യാതൊരു പഞ്ഞവും ഇല്ല. ഞാനിപ്പം എയർപോർട്ടിലേക്ക് ഇട്ടിരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ ട്രിപ്പ് അടിക്കാത്തത്. അപ്പോൾ എയർപോർട്ടല്ലാതെ ഇപ്പം ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ട്രിപ്പ് കിട്ടും. പക്ഷേ ഈ ട്രാഫിക്കിൽ നമ്മൾ പോയി എടുക്കുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര പാടായിരിക്കും. തന്നെയല്ല, ഇങ്ങനെ ട്രാഫിക് ഉള്ളപ്പോൾ നമുക്ക് അത്യാവശ്യം ട്രിപ്പിന് കാശും കിട്ടും. കാരണം ഇപ്പം നേരത്തെ കാണിച്ചത് 10 കിലോമീറ്ററിന് 233 രൂപ കാണിച്ചു. ഇപ്പോൾ ഈ സമയത്തൊക്കെ സാധാരണ ട്രാഫിക് ഇല്ലെങ്കിൽ 10 കിലോമീറ്ററിനൊക്കെ 150 രൂപ ആ റേഞ്ചൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. 150 രൂപയും കിട്ടത്തില്ല. രാത്രിയിലാണെന്നുണ്ടെങ്കിൽ 120 രൂപയ്ക്കുള്ള 10 കിലോമീറ്ററിന് കൂടെ കൊടുക്കത്തുള്ളൂ ഇവിടെ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേറെ ഇതെങ്ങനെയാണ് വീഡിയോ ഇങ്ങനെയാണ് എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ പറയുക.
പിന്നെ രാത്രിയിൽ നമുക്കിവിടെ വണ്ടി ഓടിക്കാൻ സുഖമാണ് കേസ്, കാരണം ട്രാഫിക് ഇല്ലല്ലോ. നാട്ടിലുള്ളവർ വിചാരിക്കും എന്തടേ രാത്രിയിലും ഇതുപോലത്തെ ട്രാഫിക് ആണോന്ന് വിചാരിക്കും. പക്ഷെ ഇതൊന്നും അല്ല ട്രാഫിക്ക്. നമ്മൾ പിന്നെ കുറച്ച് നാൾ ഓടിക്കഴിയുമ്പോൾ നമുക്ക് ട്രാഫിക് ഇല്ലാത്ത സ്ഥലങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ ഐഡിയ കിട്ടേണ്ടതാണ്. ഞാൻ പിന്നെ അങ്ങനെ ലൊക്കേഷനൊന്നും നോക്കാറൊന്നുമില്ല. ഗാഡി കയറി ഏതാണോ കിട്ടുന്നത് അതനുസരിച്ച് അങ്ങ് എടുത്ത് നമുക്ക് മാക്സിമം തന്നെ നമ്മുടെ ടാർഗറ്റ്, ട്രിപ്പിൻ്റെ ടാർഗറ്റും എമൗണ്ടിന് ഞാനൊരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടാർഗറ്റും കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഓടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏത് വഴി ഏത് കണ്ടം വഴിയും നമ്മൾ ഓടിക്കും. ഇന്ന് തന്നെ നമ്മൾ ബാംഗ്ലൂർ ഫുള്ള് കറങ്ങി മീൻസ് ഞാൻ യലങ്കയിൽ നിന്ന് ട്രിപ്പ് എടുത്ത് നേരെ സിൽക്ക് ബോർഡ് വന്ന്, സിൽക്ക് ബോർഡിൽ നിന്ന് ചന്താപുര പോയി, ചന്താപുരയിൽ നിന്ന് സർജാപൂർ പോയി, സർജാപൂരിൽ നിന്ന് നേരെ അതിൻ്റെ നമ്മുടെ സിറ്റിയെ നേരെ ക്രോസ് ചെയ്ത് നൈസ് റോഡ് വഴി കെങ്കേരി വന്ന്, കെങ്കേരിയിൽ നിന്നാണ് ഇപ്പം മജസ്റ്റിക്ക് വന്നിരിക്കുന്നത്. ഇനിയിപ്പം മജസ്റ്റിക്കിൽ നിന്ന് വീണ്ടും നമ്മൾ കോരമംഗല സൈഡിലേക്ക് പോവുകയാണ്. കോരമംഗലയിൽ പബ്ബും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ തന്നെയല്ല കുറേ റെസിഡൻഷ്യൽ ഏരിയയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അവിടുന്ന് എയർപോർട്ട് കിട്ടുമെന്ന പ്രതീക്ഷയിൽ കോരമംഗലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ കോരമംഗലേക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാരത്തവള്ളി പോവുക. മാരത്തവള്ളിയിൽ നിന്ന് എയർപോർട്ട് കിട്ടും. അപ്പം എയർപോർട്ട് നമ്മൾ ഇവിടെ ട്രിപ്പ് എടുക്കുന്നതിനനുസരിച്ചിരിക്കും. ചെറിയ ട്രിപ്പ് ആണെങ്കിൽ നമുക്ക് എടുത്ത് പോകാം. ഇപ്പോൾ ഇന്ന് ഞാൻ കൂടുതലും എടുത്തേക്കുന്നത് വലിയ ട്രിപ്പാണ്. എല്ലാം ഏകദേശം ഒരു 25-20 കിലോമീറ്ററിന് മുകളിലുള്ള ട്രിപ്പാണ് ഇന്ന് കൂടുതലും എടുത്തത്. 6-7 ട്രിപ്പേ ആകെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് ഇനി 3 ട്രിപ്പും കൂടെ കംപ്ലീറ്റ് ആക്കണം. അതിപ്പോൾ നാളെ കയറ്റി ഓടാൻ എന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പം ഈ വീഡിയോയ്ക്കകത്ത് എൻ്റെ ആകെ ഒരു ഫോണേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അക്കൗണ്ട് എനിക്ക് കാണിക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഞാൻ നോക്കട്ടെ, സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് ഇടാൻ പറ്റുമോ ഇല്ലയോ. ഇതൊക്കെ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും നമുക്കറിയാൻ വയ്യ. ഈ എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേനും വീട്ടിൽ പോയേക്കാളും ഒന്ന് ഉറങ്ങിയാൽ മതിയേ ഉള്ളൂ. പിന്നെ അതിനിടയ്ക്ക് ഇതൊക്കെ എഡിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ നടക്കത്തുള്ളൂ. ഇതൊന്നും ഞാൻ എഡിറ്റ് ചെയ്യാനൊന്നും പോകത്തൊന്നുമില്ല. എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ടാക്കി 4-5 വീഡിയോ ആയിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചാക്കി അങ്ങ് തട്ടാനാണ് പ്ലാന്. നോക്കട്ടെ എങ്ങനെയാണ്. എഡിറ്റിങ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാം. പിന്നെ ഈ ഫോണിനും അത്രയ്ക്ക് വലിയ ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് കാണാൻ പറ്റുമായിരിക്കുമെന്ന് കരുതുന്നു. ക്ലാരിറ്റി ഒന്നും അത്രയ്ക്കില്ല ഫോണിന്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പം ഇന്ന് ഇപ്പം ഏകദേശം നമ്മൾ ഒരു 8 മണിക്കൂർ ഓൺലൈൻ ആയിട്ടുണ്ട്. 8 മണിക്കൂർ ഓൺലൈനിൽ നോക്കണം. 8 മണിക്കൂർ ഓൺലൈൻ നമ്മൾ അധികം റെസ്റ്റോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. 7 മണിക്കൂർ തന്നെ നമുക്ക് ട്രിപ്പ് ടൈമാണ്. 7-7.5 മണിക്കൂർ ട്രിപ്പ് ടൈമാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് 2300 രൂപ 7 ട്രിപ്പ് ഓടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ ഇപ്പം 155 കിലോമീറ്ററാണ് ഇപ്പോൾ ഓടിയേക്കുന്നത്. അപ്പോൾ ഈ 2300 രൂപയ്ക്കകത്ത് നമുക്ക് ഇന്ന് ഏകദേശം ഒരു 250 രൂപ ഊബറിൻ്റെ കമ്മീഷനായിട്ട് ഫ്ലീറ്റുകാർ പിടിക്കും. പിന്നെ ഫ്ലീറ്റിന് നമ്മൾ ട്രിപ്പ് കംപ്ലീറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ 800 രൂപ അടയ്ക്കണം. പിന്നെ CNG നമ്മളിപ്പോൾ ഒരു 500 രൂപയ്ക്ക് അടിച്ചിട്ടുണ്ട്. 500 രൂപയ്ക്ക് അടിച്ച് അതിന് ബാക്കി ഏകദേശം ഒരു 4 ഘട്ടം കൂടെ ഉണ്ട്. ഇനിയിപ്പോൾ ഒരു 50 കിലോമീറ്റർ, 50 അല്ലെങ്കിൽ 60 കിലോമീറ്റർ കൂടി ഓടും. അതല്ല 70 കിലോമീറ്റർ കൂടി ഓടും ഇനി. അപ്പോൾ ഇന്നത്തെ 300ൻ്റെ അകത്ത് 300 രൂപ, 800-ഉം 250, 1050-ഉം 500-ഉം 1550 രൂപ നമുക്കിപ്പോൾ ഇന്ന് വണ്ടി ഓടുന്ന ചിലവാണ്. അപ്പോൾ നമ്മുടെ ബാക്കി കിട്ടിയേക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 750 രൂപ. 750 ഇല്ല, 650. 650 രൂപ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ടുവേഡ്സ് കോരമംഗലയാണ്. കോരമംഗല ആടുകോടി സിഗ്നലിലാണ്
ഏതായാലും നിർത്തുവാണ്. അപ്പം ഇനിയിപ്പം എയർപോർട്ട് എങ്ങനെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒരു വൈൻഡപ്പിന് പരിപാടിയായിട്ടുള്ള സെറ്റപ്പ് ഞാൻ ഇടാം. അപ്പോൾ വലിയ വീഡിയോ ആണ്, നിങ്ങൾ കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കാണുക, അല്ലാതെ ഇപ്പം എന്നാ വേണ്ട. അപ്പോൾ ശരി. അപ്പോൾ ഗൈസ്, കൂട്ടുകാരെ, സമയം അപ്പോൾ 12 എത്രയായി? 12:55. 1 മണിയായി, രാത്രി 1 മണിയായി. അപ്പോൾ നമുക്ക് കോരമംഗലം എന്നാണ് ഒരു ട്രിപ്പ് അടിച്ചത്. 3 മല്ലു ചിക്സ് ആയിരുന്നു. 3 മല്ലു ചിക്സ് വൈറ്റ് ഫീൽഡിന് വന്നിറങ്ങി. അത് 20 കിലോമീറ്റർ ഉണ്ടായിരുന്നു. 20 കിലോമീറ്ററിന് നമുക്ക് കിട്ടിയത് 250 രൂപയാണ്. 20 കിലോമീറ്റർ ഓടിക്കിട്ടുന്നത് 250 രൂപയാണ്. അപ്പോൾ എനിക്ക് എയർപോർട്ടിലേക്കുള്ള ട്രിപ്പ് ഇതുവരെ ഒന്നും അടിച്ചിട്ടില്ല. അപ്പം ഞാൻ മെല്ലെ എൻ്റെ റൂമിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ടോട്ടൽ നമ്മൾ 8 ട്രിപ്പാണ് കംപ്ലീറ്റ് ചെയ്തത്. 8 ട്രിപ്പിൻ്റെ അകത്ത് നമുക്ക് 2600 രൂപ കിട്ടിയിട്ടുണ്ട്. 2600 രൂപയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 300 രൂപ കമ്മീഷൻ പോയി, 500 രൂപ CNG പോയി, 800 രൂപ വാടക പോയി. അപ്പോൾ 8 16 1600 രൂപ. 1600 രൂപയ്ക്കകത്ത് 2600 1600 പോയി കഴിഞ്ഞാൽ എത്രയുണ്ട്? 1000 രൂപ നമുക്ക് കിട്ടി. അപ്പോൾ ഒരു എയർപോർട്ട് കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് ലാഭമായിരുന്നു. ഒരു 500 രൂപയും കൂടെ നമ്മുടെ ഡെയിലി നമുക്കൊരു 1500 രൂപയുള്ളൂ നമുക്ക് ഒപ്പിക്കാൻ പറ്റത്തുള്ളൂ. അത് വേറെ കാര്യം. എയർപോർട്ട് കിട്ടുമായിരുന്നെങ്കിൽ നമുക്കൊരു 500 കൂടെ കിട്ടിയാനേ. സാരമില്ല. അപ്പോൾ ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്. നമുക്കിപ്പം ഇന്ന് മജസ്റ്റിക്കിൽ ട്രാഫിക്കിൽ പെട്ടുപോയി നമ്മൾ. അതുവരെ നമുക്കൊരു കുഴപ്പമില്ലാതെ ഓടിക്കൊണ്ടിരുന്ന നമ്മുടെ ടാർഗറ്റ് അനുസരിച്ച് 1 മണിക്കൂറിൽ നമുക്കൊരു ഏകദേശം ഒരു 250 രൂപ 300 രൂപ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഓടിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ 9 മണിക്കൂർ ലോഗിൻ ചെയ്തിട്ടുണ്ട്. 9 മണിക്കൂറിൻ്റെ അകത്ത് നമുക്ക് 8 മണിക്കൂറല്ല 7.25 മണിക്കൂർ നമ്മൾ ട്രിപ്പിൽ തന്നെയായിരുന്നു. അപ്പം 7.25 മണിക്കൂറിനാണ് നമുക്കിപ്പോൾ ഈ 2600 രൂപ വന്നേക്കുന്നത്. അപ്പം നമുക്കൊരു 12 മണിക്കൂറൊക്കെ നമ്മൾ ഓടുകയാണെന്നുണ്ടെങ്കിൽ, അത്യാവശ്യം റെസ്റ്റൊക്കെ എടുത്ത് ഓടുവാണ്, ട്രാഫിക് ഇല്ല, ട്രാഫിക് കുറവുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 3000 രൂപയ്ക്ക് അല്ലെ 3500 രൂപയ്ക്ക് ഓടാം. 3500 രൂപയ്ക്ക് ഓടിക്കഴിഞ്ഞാൽ ഇതേപോലത്തെ ഇങ്ങനത്തെ ചിലവും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു 1500 രൂപ 2000 രൂപ നമുക്ക് ഏകദേശം കയ്യിൽ നിൽക്കും. അപ്പോൾ പിന്നെ ലാംഗ്വേജ് ഒന്നും ഇവിടെ വിഷയമുള്ള കാര്യമല്ല. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പം ഈ 8 ട്രിപ്പിൻ്റെ അകത്ത് 3 പേരും മലയാളീസ് ആയിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, ചെയ്യേണ്ട സംഭവങ്ങളെല്ലാം ചെയ്യുക. കേട്ടോ, അതേ ദിവസം വരുന്ന കേട്ടോ, ഒന്നും കാണാൻ മേല. പൊടിക്കാറ്റാണ്, പൊടിക്കാറ്റ്, പൊടിയോ പൊടി. അപ്പോൾ ഏതായാലും പരിപാടി നിർത്തുകയാണ്. അപ്പോൾ ശരി, കാണാം.